പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ സന്ദേശം വരികയാണ്, ഒരു അജ്ഞാത ഫോൺ സന്ദേശം. ആരാണെന്നോ എവിടെ നിന്നാണെന്നോ അയാൾ വെളിപ്പെടുത്തുന്നില്ല. ഒരു വലിയ കാര്യമാണ് അയാൾ പോലീസിനോട് പങ്കുവച്ചത്. അത് കേട്ടതും പോലീസ് പിന്നെ അമാന്തിച്ചില്ല. ആ വണ്ടിയും എടുത്ത് ആ സംഭവ സ്ഥലത്തേക്ക് ഒരൊറ്റ പോക്കായിരുന്നു. 24 മണിക്കൂർ കണ്ടാണ് പോലീസ് ആ കേസ് തെളിയിച്ചത്. ഇനി എന്ത് കേസാണ്, ആരാണ് പ്രതിയെന്ന് അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. ഞാൻ എപ്പോഴേ ഞെട്ടി. എന്തായാലും പത്തനംതിട്ട കോയിപ്പുറത്ത് നടന്ന ആ ദാരുണ സംഭവത്തിന് കാര്യകാരണങ്ങളാണ് ഇന്ന് പറയുന്നത്. ടിജോയുടെ അമ്മ മരിച്ച് 10-75 വയസ്സുണ്ടായിരുന്നു. പക്ഷേ പ്രത്യക്ഷത്തിൽ വലിയ ആരോഗ്യ പ്രശ്നമൊന്നും ഇല്ലാത്ത സ്ത്രീയായിരുന്നു. രാത്രി ഉറങ്ങാൻ കിടന്നു, നേരം വെളുത്തപ്പോൾ ചത്തു മലച്ച് കിടക്കുന്നു. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയുന്നത്. നമുക്കിപ്പം ഫേസ്ബുക്ക് തുറക്കാൻ പോലും പറ്റത്തില്ല. എന്തെങ്കിലും നോക്കാൻ വേണ്ടി ഫേസ്ബുക്ക് തുറക്കുമ്പോഴായിരിക്കും ചിരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അളിയന്മാരെ കാണുന്നത്, നമ്മുടെ സുഹൃത്തുക്കൾ. ഇന്നലെ പോലും നമ്മൾ സംസാരിച്ചതായിരിക്കും, അല്ല ഒരുപക്ഷെ കണ്ടതായിരിക്കും. ഇന്നിപ്പോൾ പടമായിട്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ നിത്യവും കാണുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ആയുസ് ഇപ്പോൾ പുല്ലുവിലയാണ്. തിരിച്ച് വീട്ടിൽ കയറി വന്നു എന്ന് പറയാം. എന്തായാലും നമ്മുടെ ടിജോയുടെ അമ്മയുടെ അവസ്ഥ അതുപോലെയായി. ഒരു കുഴപ്പമില്ലാതെ അയൽവാസികളൊക്കെ തലേന്നും കണ്ടതാണ്. ആ പൊന്നമ്മ ചേച്ചി എന്തുകൊണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചതാണ്. ഇപ്പോൾ പടമായിട്ട് കിടക്കുന്നത്. വല്ലാത്തൊരു കഷ്ടമായി, എല്ലാവർക്കും വലിയ വിഷമമായി. കാരണം മറ്റൊന്നുമല്ല, ഈ ടിജോ ഒറ്റ മകനാണ്. അച്ഛൻ തോമസ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു. അതിനുശേഷം ഈ അമ്മയും മകനും ഭയങ്കര സ്നേഹത്തിലാണ് ആ വീട്ടിൽ കഴിഞ്ഞുകൂടിയിരുന്നത്. ഈ അമ്മയ്ക്കും മകനും അമ്മയും മാത്രമാണ്. പെട്ടെന്ന് അമ്മ ഒരാളുടെ ജീവിതത്തിൽ, മകൻ്റെ ജീവിതത്തിൽ പോയെന്ന് പറയുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ? പറ്റത്തേയില്ല. ടിജോ തകർന്ന് തരിപ്പണമായി. ഈ വീട്ടിൽ താമസിക്കുന്നത് ടിജോ, അയാളുടെ ഭാര്യയായിട്ടുള്ള റിൻസി, പിന്നെ ഈ അമ്മയായിരുന്നു. എന്തായാലും അമ്മ പോയല്ലോ, ഇനിയിപ്പോൾ പോയവർ പോയല്ലേ, ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുമോ? ബന്ധുക്കളെയൊക്കെ അറിയിച്ചു, ഇനി ബോഡി അടക്കം ചെയ്യണം. പക്ഷേ ഇവരുടെ ബന്ധുക്കളൊക്കെ കുറച്ച് അകലെയുള്ളവരാണ്, ഗൾഫ് രാജ്യത്തൊക്കെ ഉള്ളവരാണ്. അവരൊക്കെ വന്നെങ്കിൽ മാത്രമേ യഥോചിതം ഈ ബോഡി സംസ്കരിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ബോഡി നേരെ സ്വകാര്യ ആശുപത്രിയിലെ ആ മോർച്ചറിയിലേക്ക് മാറ്റുകയാണ്. ഇനി 4 ദിവസം കഴിഞ്ഞ് അടക്കമുള്ളൂ. അങ്ങനെ എല്ലാവരും വിഷമത്തോടെ പല രീതിയിലേക്കും പല വഴിക്കും പിരിഞ്ഞ്. ടിജോയ്ക്ക് മറക്കാൻ പറ്റും അമ്മയുടെ വിയോഗം? ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അയാൾ തകർന്ന് തരിപ്പണമായി ആ വീട്ടിൽ തന്നെ ഇരിക്കുവാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് പത്തനംതിട്ട ജില്ലയിലെ കോയിപ്പുറം പോലീസ് സ്റ്റേഷനിലേക്കാണ്. അവിടെ പോലീസുകാർക്ക് ഒരു ഫോൺ സന്ദേശം വരികയാണ്, ഒരു അജ്ഞാത ഫോൺ സന്ദേശം. ആരാണ് എന്താണ് ഒന്നും വെളിപ്പെടുന്നില്ല. ആ സന്ദേശം ഇങ്ങനെയാണ്: സാർ, നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോവുക. അവിടെ മോർച്ചറിയിൽ ഒരു പൊന്നമ്മ തോമസിന് മൃതദേഹമുണ്ട്. ആ മൃതദേഹത്തിന് പിന്നെ ദ ബ്ലാങ്ക്സ് വിത്ത് സൂട്ടർ വേഴ്സ് ആൻഡ് ഫ്രേസ്. ആ ആൾ എന്തൊക്കെയോ പോലീസിന് പറയുകയാണ്. പോലീസിന് വല്ലാത്ത സംശയം. ശരിയാണോ? ശരിയാണ് സാറേ, ഞാൻ ആരാണെന്ന് വെളിപ്പെടുന്നില്ല. നിങ്ങൾ ആരാണ് പറ. അയാൾ പറയുന്നില്ല. ആ ഫോൺ സന്ദേശം അവിടെ അവസാനിച്ചു. പോലീസ് പിന്നെ ഒന്നും ആലോചിച്ചില്ല. ഒറ്റ പോക്കാണ് ആ സ്വകാര്യ ആശുപത്രിയുടെ ആ മോർച്ചറിയുടെ അടുത്തേക്ക്. മോർച്ചറിയിൽ നിന്ന് ആ മൃതദേഹം പുറത്തേക്ക് എടുത്തു. മൃതദേഹത്തിൽ കുറേ പരിക്കുകളൊക്കെ പോലീസിന് പ്രത്യക്ഷത്തിൽ തന്നെ കാണാൻ പറ്റി. എന്ന് പറഞ്ഞാൽ സ്വാഭാവിക മരണമല്ല എന്നുള്ള കാര്യത്തിൽ ആദ്യമേ തന്നെ പോലീസിന് ഒരു വ്യക്തതയുണ്ടായി. പോലീസ് ഇപ്പോഴാണ് അറിയുന്നത് കേട്ടോ. ആ സ്ത്രീ മരിച്ചതും ഈ മോർച്ചറി കൊണ്ടുവച്ചതൊന്നും നാട്ടുകാരൊഴികെ ഈ പോലീസൊന്നും അറിയുന്നില്ല, പോലീസിനോടൊന്നും അറിയിപ്പിക്കുന്നില്ല. എന്തായാലും പോലീസ് ആ മൃതദേഹം നേരെ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി വിടുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. തലയെ കൈവച്ച് പോകും ആരായാലും ആ മൃതദേഹത്തിലുള്ള പരിക്ക് കണ്ടിട്ട്. ഏതാണ്ട് 50ഓളം പരിക്കുകളാണ് പൊന്നമ്മ തോമസിൻ്റെ ശരീരത്തിൽ ബാഹ്യമായിട്ടും ആന്തരികമായിട്ടും ഉണ്ടായിരിക്കുന്നത്. അത് മാത്രമല്ല, ഒരു സ്ത്രീ ശരീരത്തോട് എത്ര മൃഗീയമായിട്ടാണോ ചെയ്തിരിക്കുന്നത് അറിയാമോ? ആ സ്ത്രീയുടെ വാരില്ലുകളെല്ലാം തല്ലി തകർത്തിരിക്കുകയാണ്. ഈ വാരില്ലുകൾ കൊണ്ട് ശ്വാസകോശം പൂർണ്ണമായിട്ടും തകർന്നിരിക്കുന്നു. ശരീരത്തിൻ്റെ അവയവങ്ങളെല്ലാം ഛിന്ന ഭിന്നമായിരിക്കുകയാണ്. രക്തം ഉള്ളിൽ തളം കെട്ടി കിടക്കുകയാണ്. അതുമാത്രമല്ല, ഈ സ്ത്രീയെ ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മൃഗീയമായിട്ട് ഒരു സ്ത്രീയോട് ശത്രുക്കൾ പോലും ചെയ്യാൻ പറ്റാത്ത അന്യായമാണ് കാണിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ആരാണ് ചെയ്തിരിക്കുന്നത്? ആ സ്ത്രീയോട് ഇത്രത്തോളം വൈരാഗ്യം തോന്നുന്ന കാര്യം എന്താണ്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ടല്ലേ. പോലീസ് ഒരു റുട്ടീൻ ചോദ്യം ചെയ്യലിന് വേണ്ടി ആ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ ടിജോ ഉണ്ട്. ടിജോ വിഷമിച്ചിരിക്കുകയാണ്. അയാൾ ഇപ്പോൾ ശല്യപ്പെടുത്തണ്ട അല്ലേ, അയാൾ അവിടെ തന്നെ ഇരിക്കട്ടെ. അയാളുടെ ഭാര്യ റിൻസിയോട് പോലും ചോദിക്കുകയാണ്, എന്താണ് സംഭവിച്ചത്, ഈ സ്ത്രീക്ക് എന്താണ് പറ്റിയത്? ആ റിൻസി പറയുകയാണ്, നേരം വെളുത്തപ്പോൾ ഞങ്ങൾ കാണുന്ന കാഴ്ച അമ്മ ഇവിടെ മരിച്ചു കിടക്കുന്ന കാഴ്ചയാണ്. അപ്പോൾ ഈ ശരീരത്തിലുള്ള പരിക്കോ? അവിടെ റിൻസി ഒന്ന് അടിക്കുകയാണ്. അതിന് ഉത്തരം കിട്ടുന്നില്ല. അവൾ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: അമ്മ സ്റ്റൂളിൽ നിന്ന് മറിഞ്ഞ് വീണ് കായും കാലും പൊട്ടിയിരിക്കുക. അങ്ങനെയുള്ളൊരു ഊഹാപോഹമാണ് പറയുന്നത്. നമ്മുടെ പോലീസല്ലേ, ഇത്രത്തോളം തെളിവ് കിട്ടിയതിന് ശേഷമാണ് ആ ചോദ്യം ചെയ്യലിന് വേണ്ടി ആ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും അധിക നേരം ഈ റിൻസിക്ക് പിടിച്ചിരിക്കാൻ പറ്റിയില്ല. ആ സ്ത്രീ തത്ത പറയുന്ന പോലെയുള്ള കാര്യങ്ങളാണ് പിന്നീട് പറയാൻ പോകുന്നത്. ആ റിൻസി പറഞ്ഞത് ഇങ്ങനെയാണ്: സാറേ, എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇത് ചെയ്തിരിക്കുന്നത് എൻ്റെ ഭർത്താവായിട്ടുള്ള ടിജോ തന്നെയാണ്. ടിജോ തന്നെയാണെന്ന് കേട്ടോ? നിങ്ങൾ ഞെട്ടിയോ? സ്വന്തം അമ്മയെ കൊന്നിരിക്കുന്നത്
ഏക മകനായിട്ടുള്ള ടിജോ ആണെന്ന് പറഞ്ഞാൽ ആർക്കും ചിന്തിക്കാൻ പറ്റുമോ? അതും മൃഗീയമായിട്ട് നമ്മൾ ഒരുപക്ഷെ അന്നേരം തോന്നുന്ന ദേഷ്യം ഒന്ന് പിടിച്ചു തള്ളും. പക്ഷേ ഇതും അങ്ങനെയല്ല, വാരില്ലുകളെല്ലാം ചവിട്ട് ഒട്ടിച്ചിരിക്കുവാണ്. എന്നിട്ടും ആ കലി തീരാതെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയിരിക്കുകയാണ്. ഒന്ന് ചിന്തിച്ച് നോക്കും, ഒരു മകനെ വളർത്തി വലുതാക്കാൻ ഒരു അച്ഛനും അമ്മയും പെടുന്ന പാട് ചില്ലറയല്ല. ആ ഒരു ക്രൂരതയാണ്, ഒരു കൊലയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്നിട്ട് ഈ റിൻസി പറയുകയാണ്, സാറേ എനിക്ക് ഒന്നുകൂടി പറയാനുണ്ട്, ഞാൻ ഇയാളുടെ നേരെയുള്ള ഭാര്യയല്ല, ഞാനൊരു കാമുകിയാണ്, അല്ലെങ്കിൽ ഹോം നേഴ്സായിട്ടാണ് ഈ വീട്ടിൽ വന്ന് കയറിയിരിക്കുന്നത്. ശരിയാണ്. ഇതിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട്. ഈ റിൻസിയുടെയും ഈ ടിജോയുടെയും ജീവിതത്തിൽ ഒരു കഥയുണ്ട്. ആ കഥയിലേക്കാണ് നമ്മൾ കുറച്ച് ഒന്ന് പോയേക്കാം അല്ലേ. ഈ ടിജോ ആദ്യം ഒന്ന് കല്യാണം കഴിച്ചു. ബിൻസി എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. ഇവർ രണ്ടുപേരും നേഴ്സായിരുന്നു. ആരൊക്കെയാണ്? ടിജോയും അവരുടെ ഭാര്യയുള്ള ബിൻസിയും. നല്ല രീതിയിലാണ് അമ്മയൊക്കെ നോക്കുന്നത്. സന്തോഷകരമായിട്ടാണ് ആ ജീവിതം അങ്ങനെ മുന്നോട്ട് പോകുന്നത്. രണ്ടുപേർക്കും ജോലിയൊക്കെ ഉണ്ടല്ലോ. നല്ല സ്വഭാവക്കാരുന്ന സമയത്ത് ടിജോയ്ക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഇയാൾക്കൊരു കുത്തൽ മറ്റൊന്നുമല്ല, ഒരു കല്യാണ ഫംഗ്ഷനിൽ വെച്ച് ഈ റിൻസിയെ കണ്ടുമുട്ടുകയാണ്. അവിടെ വെച്ച് ഒരു പ്രേമം മുട്ടിടുകയാണ്. ഇയാൾക്കൊരു ഭാര്യയുണ്ട്, ഒരു കുടുംബമൊക്കെ ഉള്ള ആളാണ്. അതെല്ലാം മറന്നുകൊണ്ട് ഒരു പുതിയ പ്രേമത്തിലേക്ക് ഇയാൾ എടുത്തു ചാടുകയാണ്. അങ്ങനെ ഈ റിൻസിയുമായിട്ടുള്ള പ്രേമം പൊടി പിടിക്കുന്നു. ഈ റിൻസിക്ക് ഒരു കുടുംബമൊക്കെ ഉണ്ട് കേട്ടോ, മക്കളൊക്കെ ഉള്ള ആളാണ്. അതൊന്നും റിൻസി അലട്ടുന്നേ ഇല്ല. ആ സ്ത്രീയും ഇയാളും തമ്മിൽ പുതിയ ജീവിതം ആരംഭിക്കുകയാണ്. ഇയാൾക്ക് രണ്ടുപേരെയും വേണം, ഭാര്യയും വേണം, കാമുകിയും വേണം, ഭാര്യയും വേണം. പക്ഷെ എന്ത് ചെയ്യാനാ അല്ലേ, ഒരു കൂരക്കിടിൽ നടക്കത്തില്ല. രണ്ടുപേരും രണ്ടിടത്തായിട്ട് പാർപ്പിക്കുവാണ്. ഈ വീട്ടിലാണെങ്കിൽ ഭാര്യയും ഒരു ഫ്ലാറ്റ് എടുത്ത് കാമുകിയെ അവിടെ പാർപ്പിക്കുവാണ്. എത്ര എന്ന് പറഞ്ഞാലും നമുക്ക് കുറേ കഴിയുമ്പോൾ പിടി വീഴും അല്ലേ. നമുക്ക് രണ്ടുപേരും ഒരുമിച്ച് കൊണ്ടുപോകാൻ ഒക്കത്തില്ല. ഒരാൾക്ക് ഭാര്യയെ കൊണ്ടുപോകാൻ ഒക്കത്തില്ല ഇതുപോലെ, അതുപോലെ കാമുകിയെ സന്തോഷിപ്പിച്ച് മുന്നോട്ട് പോകാൻ ഒക്കത്തില്ല. അങ്ങനെ ആ പിടി വീഴുകയാണ് നമ്മുടെ ടിജോയ്ക്ക്. പിടി ആരുടെ കയ്യിൽ നിന്ന് അറിയാമോ? ഭാര്യയുടെ കയ്യിൽ നിന്ന് തന്നെ പിടി വീഴുകയാണ്. അയാൾക്ക് ഭാര്യ നഷ്ടപ്പെടുകയാണ്. ഭാര്യ കിട്ടിയ സാധനങ്ങളെല്ലാം വാരി വലിച്ചെടുത്തുകൊണ്ട് എവിടെയോ രക്ഷപ്പെട്ടു. ഇയാൾ ഉപേക്ഷിച്ചു. പിന്നെ ടിജോ എന്താ ചെയ്യുന്നറിയാമോ? അമ്മയെ സംരക്ഷിക്കാൻ ഒരാൾ വേണമല്ലോ. അങ്ങനെ ഹോം നേഴ്സ് എന്ന ഒരു പരിവേഷത്തോടെ ഈ റിൻസിയെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. നാട്ടുകാരുടെ മുമ്പിലല്ല, ഇതൊരു ഹോം നേഴ്സ്. പക്ഷേ ഇവിടെ ഇവർ ലിവിങ് ടുഗദർ സെറ്റപ്പായിട്ട് ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയ്ക്ക് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, റിൻസിക്ക് കുറേ ബാധ്യതകളൊക്കെ ഉണ്ട്. ബാധ്യത എന്ന് പറഞ്ഞാൽ മക്കളൊക്കെ ഉണ്ട്. അവരുടെ എത്ര എന്ന് പറഞ്ഞാലും കുറേ കഴിയുമ്പോൾ ഈ സുഖം അങ്ങ് മാറുമല്ലോ. റിൻസിക്ക് മക്കളെ കാണണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ വാശി പിടിക്കുകയാണ്. പക്ഷേ ഈ ടിജോ അപ്പോഴേക്കും നല്ലൊരു മദ്യപാനിയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അയാൾ ഭാര്യ നഷ്ടപ്പെട്ട്, സമാധാനം നഷ്ടപ്പെട്ട്, എല്ലാം കൊണ്ട് ഇയാൾ മദ്യത്തിന് അടിമയായിട്ട് മാറുകയാണ്. കാണുന്നവരുടെ എല്ലാം ചീത്തുപൊളിയും ബഹളം. അതിനെപ്പറ്റിയൊക്കെ ഒരുപാട് കേസുകളൊക്കെ പല പല സ്റ്റേഷനിലും ഉണ്ട്. അങ്ങനെ ഇയാൾ ആകപ്പാട് തല്ലിപ്പൊളി കേസ് കെട്ടായി. ചുരുക്കി പറഞ്ഞാൽ ആ കുടുംബത്തിലെ സമാധാനം എന്നേക്കുമായിട്ട് പോയി. എന്നും വഴക്കാണ്. ചിലപ്പോൾ ടീച്ചർ ഭാര്യയോട്ട് വഴക്ക് കൂടുന്ന കാണാം, അമ്മയോട്ട് വഴക്ക് കൂടുന്ന കാണാം. വഴക്ക് നിത്യസംഭവം ആയതുകൊണ്ട് ഒരാൾ പോലും ആ വീട്ടിലേക്ക് തിരിഞ്ഞു പോലും നോക്കത്തില്ല. ഈ റിൻസിക്ക് മകളെ കാണണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കും. ഇയാൾ പുറത്തൊന്നും വിടത്തില്ല. അങ്ങനെ അതിനെ ചൊല്ലിയേക്കാണ്, എനിക്ക് പോയേ പറ്റുന്നു റിൻസി, നിന്നെ ഈ പുറംലോകം കാണിക്കത്തില്ലെന്ന് പറഞ്ഞ് ടിജോയും വഴക്ക് കൂടും. അയാൾ നല്ല മദ്യപാനിയാണ്. അങ്ങനെ ഈ സ്വാഭാവികമായിട്ടും അറിയാമല്ലോ, മക്കൾ എത്ര മദ്യപാനിയാണെന്ന് പറഞ്ഞാൽ, എത്ര തല്ലിപ്പൊളിയാണെന്ന് പറഞ്ഞാൽ, അമ്മയ്ക്ക് തൻ കുഞ്ഞ് പൊൻകുഞ്ഞെന്ന് പറഞ്ഞ പോലെ ആ ഒരു സ്നേഹമാണ് ഈ അമ്മ കാണിക്കുന്നത്. പാവപ്പെട്ട പൊന്നമ്മ കാണിക്കുന്നത്. 10-15 വയസ്സുണ്ട്. പോട്ടെ ക്ഷമിക്കടാ നീ എന്നൊക്കെ പറഞ്ഞ് അമ്മ ഇടയ്ക്ക് തടസ്സം പിടിക്കാനായിട്ട് വരും. അത് നിത്യസംഭവമാണ്. ഒന്നും രണ്ടും പറഞ്ഞ് അമ്മ ഈ പ്രശ്നമൊക്കെ ഒത്തു തീർക്കുന്നതൊക്കെ ആ പാവപ്പെട്ട അമ്മയാണ്. അന്നും പതിവ് പോലെ ഭാര്യയും ഭർത്താവും തമ്മിൽ കൊമ്പ് കോർത്തു അതിനിടയിലേക്ക് ആ അമ്മ വരികയാണ്, തടസ്സം പിടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ വേണ്ടി. ഇവിടെ ആ മൃഗമായിട്ടുള്ള മനുഷ്യൻ, അല്ലെങ്കിൽ ആ ടിജോ എന്ന് പറയുന്ന വൃത്തികെട്ട ആ രൂപമുണ്ടല്ലോ, ആ അമ്മയോട് കാണിച്ച പണിയാണ് നമുക്ക് സഹിക്കാൻ പോലും പറ്റാത്തത്. ആ രാത്രിയോടെ ആ ഭാര്യയോടുള്ള, അല്ലെങ്കിൽ കാമുകിയോടുള്ള, ആ റിൻസിയോടുള്ള ദേഷ്യം മുഴുവൻ ആ അമ്മയോട് തീർക്കുകയാണ്. ഇത്ര നാൾ വളർത്തി വലുതാക്കിയ അമ്മയാണെന്നുള്ള ചിന്തയൊന്നും അയാൾ അലട്ടിയതേയില്ല. അയാൾ ആ സ്ത്രീ ശരീരത്തെ പിച്ച് ചീന്തിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ, വാരില്ലുകൾ ചവിട്ടി ഓട്ടിച്ചു എന്ന് പറഞ്ഞാൽ, എന്താ പറയുക, എനിക്ക് പറയാൻ വാക്കുകളില്ല. അമ്മാതിരി പ്രവൃത്തിയാണ് ആ രാത്രി മുഴുവൻ ആ ശരീരത്തിൽ കാണിച്ചു കൂട്ടിയത്. ആ വാരിലേക്ക് ഒടിഞ്ഞ് ശ്വാസകോശത്തിലേക്ക് പതിക്കുക എന്നുള്ള കാര്യം ചിന്തിച്ചു. അത്രത്തോളം ഇടിയായിരിക്കും കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ആ അമ്മയെ കഴുത്ത് മുറുക്കി കൊന്നു. ഇതിനെല്ലാം ദൃക്സാക്ഷിയായിട്ട് തൊട്ടപ്പുറത്ത് മാറി നമ്മുടെ കഥാപാത്രം റിൻസി നിൽപ്പുണ്ട്. എന്തായാലും അമ്മ മരിച്ചു. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? രക്ഷപ്പെട്ടേ പറ്റൂ. അപ്പോൾ നാളെ പോലീസിൻ്റെ പിടിയിലാവുന്നുള്ള പേടിയാണ് അയാൾ അലട്ടിയത്. അതല്ലാതെ അമ്മ മരിച്ച കാര്യമൊന്നുമല്ല. എങ്ങനെയെങ്കിലും ചെവി അറിയാതെ ഇത് സംസ്കരിക്കണം. നേരം വെളുക്കുന്നു, രണ്ടുപേരും ഒരു കഥ തയ്യാറാക്കുന്നു. ഈ ബോഡി കൊണ്ട് നേരെ മോർച്ചറിയിലേക്ക് മാറ്റി വെച്ചിരിക്കും. അവിടെ ഇരിക്കട്ടെ അല്ലേ. ഇന്ന് 4 ദിവസം കഴിയുമ്പോൾ ഒരാൾ പോലും അറിയാതെ വെള്ള പുതച്ച് ശവപ്പെട്ടിൽ അമ്മ അടക്കം ചെയ്യുന്നതോടെ ഇതിന് ശുഭപര്യാസവനാവുമെന്ന് ഈ മകൻ വിചാരിക്കുകയാണ്. പക്ഷേ ആ ബോഡി കാണാൻ വന്ന ഏതോ ഒരുത്തർ, ഇപ്പോഴും ആ പോലീസ് പുറത്തു വിട്ടിട്ടില്ല കേട്ടോ, ആരാണ് പോലീസിന് ആ അജ്ഞാത സന്ദേശം കൊടുത്തെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയും ഇല്ല. അങ്ങനെ ആ അജ്ഞാത സന്ദേശം പോലീസിന് എത്തുകയാണ്. സാർ, നിങ്ങൾ ആ മൃതദേഹം പരിശോധിക്കണം, അതൊരു കൊലപാതകമാണെന്ന് പോലീസിന് രഹസ്യവിവരം കിട്ടുകയാണ്. പോലീസിന് ആ രഹസ്യവിവരം കിട്ടിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ ബോഡി എന്നേക്കുമായിട്ട് മണ്ണിനടി പോയിരിക്കുമായിരിക്കും അല്ലേ. ശരിക്കും പറഞ്ഞാൽ അതൊരു പിടിവള്ളിയായിട്ട് മാറുകയാണ്. അങ്ങനെ 24 മണിക്കൂറിനുള്ളിൽ
യഥാർത്ഥ പ്രതിയെ പോലീസ് കണ്ടുപിടിക്കുന്നു. സാക്ഷിയായിട്ട് ആ റിൻസിയെ അറസ്റ്റ് ചെയ്യുന്നതോടെ ഇതിന് ഒരു പര്യാവസാനമാവുകയാണ്. എന്തായാലും കോയിപ്പുറം പോലീസിന് വലിയ ബിഗ് സല്യൂട്ട്. 24 മണിക്കൂർ കൊണ്ടാണ് അമ്മയെ കൊന്ന മകനെ കൈയോടെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കുക, അത് അവിടെ നിൽക്കട്ടെ. ആരാണ് കൊന്നിരിക്കുന്നത്? സ്വന്തം അമ്മയെ. അമ്മയ്ക്ക് എത്ര വയസ്സുണ്ട്? 75 വയസ്സുണ്ട്. മകനെ എങ്ങനെയാണ് വളർത്തിയിരിക്കുന്നത്? അച്ഛൻ പോലും ഇല്ലാതെ, ഒരു സഹായം പോലും ഇല്ലാതെ അമ്മ അത്രയും കഷ്ടപ്പെട്ടാണ് ഈ മകനെ വളർത്തിയിരിക്കുന്നത്. ഒരുപാട് പ്രാർത്ഥിച്ച് നേർന്നുകൊണ്ടായ മകനാണ്. അപ്പോൾ അത്രത്തോളം കെയറിങ് ഈ മകന് കൊടുത്തു. അവൻ്റെ എല്ലാ തോന്നിവാസത്തിനും ഈ അമ്മ കൂട്ടുനിന്നു. അവസാനം ആ മകൻ്റെ കയ്യാലെ അമ്മ മരിക്കുന്ന ഒരു ദുരന്ത കാഴ്ച. ചെയ്യരുതെന്നേ. നമ്മൾ സത്യം പറഞ്ഞാൽ അമ്മയൊക്കെ നമ്മൾ പൂവിട്ട് പൂജിക്കണം. അത്രയും നൊന്ത് പ്രസവിച്ച, അല്ലെങ്കിൽ അത്രയും കഷ്ടപ്പെട്ട് നമ്മളെ വളർത്തി വലുതാക്കിയ അമ്മയോട് എതിർവാക്ക് പോലും പറയുന്നത് തന്നെ മഹാപാവമാണ്. അപ്പോഴാണ് ഈ നീചനായ മനുഷ്യൻ ഈ ഒരു ക്രൂരകൃത്യം ചെയ്തിരിക്കുന്നത്. ഒരിക്കലും സമാധാനം കാണത്തില്ല. അവൻ്റെ മദ്യത്തിൻ്റെ ലെക്കെല്ലാം കെട്ട് ഒറ്റയ്ക്കിരിക്കുമ്പോൾ ആ അമ്മയുടെ മഹത്വം അവൻ അറിയും. പക്ഷെ എന്ത് ചെയ്യാനാ? അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അമ്മ എന്നേക്കുമായിട്ട് പറന്നകന്നു പോയിരിക്കുവാണ്. ഇനി ആ പാഭാരവും പേറി അവൻ്റെ ശിഷ്ടജീവിതം ജയിലഴിക്കുള്ളിൽ. ഒരു കാര്യം ഓർക്കുക, നമുക്ക് എന്തും നേടാൻ പറ്റും. സമ്പത്തും സ്വത്തും എല്ലാം നേടും. പക്ഷേ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിൻ്റെ വേദന പിന്നെ അറിയത്തുള്ളൂ. ഒരു വരവേൽപ്പ് എന്ന് പറഞ്ഞ സിനിമയിൽ മോഹൻലാൽ പറഞ്ഞ ഡയലോഗുണ്ട്, ഈ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ ബന്ധത്തിൻ്റെ സ്വന്തത്തിൻ്റെയും വില അറിയത്തുള്ളൂ. അവർ പോയി കഴിഞ്ഞാൽ പോയെന്നേ, പിന്നെ ബന്ധവും ഇല്ല, സ്വന്തവും ഇല്ല, ഒരു കുന്തവും ഇല്ല. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കാൻ എല്ലാ മക്കൾക്കും കഴിയട്ടെ, കഴിയണം, കഴിയുമായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.